BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇഗ്നുവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2023 സോൾവ് ചെയ്യായിരുന്നു. അതിൽ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അതിൻ്റെ സിഗ്നിഫിക്കൻസും. 10 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതും 10 മാർക്കിനാണ്. നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നാണ് പുതിയ പേര്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്ത്യ എസ് എന്നും ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS എന്നുമാണ് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ വിളിക്കുന്നത്. ദ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അഥവാ ഇന്ത്യ എസ് ആൻഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS ആർ ടു ഡിസ്റ്റിങ്ക്റ്റ് സെറ്റ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് യൂസ്ഡ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് ഉപയോഗിക്കുന്ന രണ്ട് വ്യത്യസ്ത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണ് ഈ പറഞ്ഞത് രണ്ടും. വൈ ബോത്ത് ഫ്രെയിംവർക്ക്സ് ഷെയർ സിമിലാരിറ്റീസ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനും ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾക്കും കുറേ സാമ്യതകളുണ്ടെങ്കിലും വലിയ വ്യത്യാസങ്ങളും ഇവ തമ്മിലുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന് നോക്കാം. ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ ആൻഡ് IFRS. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും ഇന്ത്യസും IFRS തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യസ് എന്താണെന്ന് നോക്കാം. ഇന്ത്യസ് ഈസ് എ സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൺവേർജ്ഡ് വിത്ത് IFRS. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പലപ്പോഴും ഈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് ഒത്തുപോകുന്നവയാണ്, കൺവേർജ് ചെയ്ത് ആപ്ലിക്കബിൾ ടു ഇന്ത്യൻ കമ്പനീസ്. പക്ഷേ അവ ഇന്ത്യൻ കമ്പനികൾക്ക് ബാധകമാകുന്ന രീതിയിലാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ കമ്പനികൾ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് വേണം അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ എന്ന് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ കാര്യങ്ങൾ നോക്കുന്ന മന്ത്രാലയമാണ് MCA അഥവാ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അവരാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഏജൻസി. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഏജൻസി കോർപ്പറേറ്റ് മന്ത്രാലയമാണ്. എന്നാൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് IFRS ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയ എ സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണ്. ആഗോളമായി അംഗീകരിക്കപ്പെടുന്ന ഒരു സെറ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണ് IFRS. അത് ഡെവലപ്പ് ചെയ്യുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ്. IASB ആണ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ്. എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അഥവാ ഇന്ത്യസ് കോർപ്പറേറ്റ് മന്ത്രാലയം, കോർപ്പറേറ്റ് മിനിസ്ട്രി, കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ മിനിസ്ട്രിയാണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി IFRS ഈസ് വൈഡ്ലി അഡോപ്റ്റഡ് ബൈ കമ്പനീസ് അക്രോസ് ദ വേൾഡ്. IFRSനെ വ്യാപകമായിട്ട് ഒരുപാട് കമ്പനികൾ അംഗീകരിക്കുന്നു, അഡോപ്റ്റ് ചെയ്യുന്നു. കീ ഡിഫറൻസസ് ഒക്കെ ഉണ്ട് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും IFRSും തമ്മിൽ. അതിന്റെ ഫ്രെയിംവർക്ക് തന്നെ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഈസ് ബേസ്ഡ് ഓൺ IFRS. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് IFRSനെ ബേസ് ചെയ്തിരിക്കുന്നു, ബട്ട് വിത്ത് സം മോഡിഫിക്കേഷൻസ് ടു സ്യൂട്ട് ദ ഇന്ത്യൻ റെഗുലേറ്ററി എൻവയോൺമെന്റ്. ചില പരിഷ്കാരങ്ങളുണ്ട്, ഇന്ത്യൻ റെഗുലേറ്ററി എൻവയോൺമെന്റിന് ഇണങ്ങുന്ന പരിഷ്കാരങ്ങളാണ്. IFRS ഓൺ ദി അതർ ഹാൻഡ് ഈസ് എ ഗ്ലോബലി ആക്സെപ്റ്റഡ് ഫ്രെയിംവർക്ക്. IFRS നേരെ മറിച്ച് ലോകവ്യാപകമായി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ഫ്രെയിംവർക്ക് ആണെന്ന് പറയാം. ഇനി ഇതിന്റെ ആക്സെപ്റ്റബിലിറ്റിയെ കുറിച്ച്, ആപ്ലിക്കബിലിറ്റിയെ കുറിച്ച്, ഇത് എവിടെയൊക്കെ നമുക്ക് പ്രയോഗിക്കാമെന്നുള്ളതാണ് അതിന്റെ ആപ്ലിക്കബിലിറ്റി കേട്ടോ. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഈസ് ആപ്ലിക്കബിൾ ടു ഇന്ത്യൻ കമ്പനീസ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ കമ്പനികൾക്ക് മാത്രം ബാധകമാകുന്നതാണ്. അതേസമയം വൈൽ IFRS ഈസ് ആപ്ലിക്കബിൾ ടു കമ്പനീസ് ഇൻ കൺട്രീസ് ദാറ്റ് ഹാവ് അഡോപ്റ്റഡ് IFRS. IFRSനെ അവരുടെ പ്രധാന അക്കൗണ്ടിംഗ് നിയമമായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഈ IFRS എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ബാധകമാണ്. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് IFRS ഫോളോ ചെയ്യണം എന്ന് നിയമം നിർബന്ധമാക്കിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും അത് ആപ്ലിക്കബിളുമാണ്. ഇനി ഇത് വരുമാനത്തെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, റവന്യൂ റെക്കഗ്നിഷൻ എങ്ങനെയാണ്? ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ 115 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 115 റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് IFRS 15ലാണ് ഇതേ ഐറ്റം ഡീൽ ചെയ്യുന്നത്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ 115 ഡീൽ ചെയ്യുന്ന ഐറ്റം ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം അത് 15ാമത്തെ നമ്പർ ആയിട്ടാണ്, അതിനെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നമ്പർ ആയിട്ടാണ് അതിനെ ഡീൽ ചെയ്യുന്നത്. സെയിം ഐറ്റം തന്നെയാണ്. ഹാവ് സിമിലർ പ്രിൻസിപ്പിൾസ് ബട്ട് വിത്ത് സം ഡിഫറൻസസ് ഇൻ ആപ്ലിക്കേഷൻ ഗൈഡൻസ്. പക്ഷേ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ ഈ ഇത് ഡീൽ ചെയ്യുന്ന പ്രിൻസിപ്പിൾസും
ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൽ ഇത് ഡീൽ ചെയ്യുന്ന പ്രിൻസിപ്പിൾസും ഏതാണ്ട് സെയിം തന്നെയാണ്. പക്ഷേ ചെറിയ വ്യത്യാസം അത് അപ്ലൈ ചെയ്യുന്ന രീതിയിലും അതിൻ്റെ ഗൈഡൻസിലും മാത്രമാണ് ഉള്ളതെന്ന് ഒരു ഉദാഹരണം എന്ന നിലയിൽ പറയുക. ഇനി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 109 ആണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പറയുന്നത്. അതേസമയം ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് സ്റ്റാൻഡേർഡ് 9ലാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പറയുന്നത്. ഒരിടത്ത് 109, വേറൊരിടത്ത് 9. രണ്ടിടത്തും സിമിലർ റിക്കഗ്നേഷൻ ആണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതി ഒന്ന് തന്നെയാണ്. അതിനെ മെഷർ ചെയ്യുന്ന മെഷർമെന്റ് പ്രിൻസിപ്പിൾസ് സെയിം ആണ്. പക്ഷേ അതിന്റെ ക്ലാസിഫിക്കേഷന്റെ കാര്യത്തിലും മെഷർമെന്റിന്റെ കാര്യത്തിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. ഇനി ലീസിനെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ലീസ് അഥവാ പാട്ടത്തിന് വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യം അല്ലെ. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 116 ഡീൽ ചെയ്യുമ്പോൾ IFRS അത് 16ലാണ് ഡീൽ ചെയ്യുന്നത്. ലീസ് ഹാവ് സിമിലർ പ്രിൻസിപ്പിൾസ് ഫോർ ലീസിംഗ് അക്കൗണ്ടിംഗ്. ലീസിംഗ് അക്കൗണ്ടിങ്ങിന് സിമിലർ പ്രിൻസിപ്പിൾസ് ആണ്. പക്ഷേ ബട്ട് സം ഡിഫറൻസ് ഇൻ ട്രാൻസിഷൻ പ്രൊവിഷൻസ് ഉണ്ട്. അതിന്റെ ട്രാൻസിഷൻ പ്രൊവിഷനിൽ ചില വ്യത്യാസമുണ്ട്. ഇനി എന്താണ് ഈ ഡിഫറൻസസ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും IFRS തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, കമ്പാരബിലിറ്റിയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് IFRS മേ ഇമ്പാക്ട് ദ കമ്പാരബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബിറ്റ്വീൻ ഇന്ത്യൻ കമ്പനീസ് ആൻഡ് ഗ്ലോബൽ കമ്പനീസ്. അത് കമ്പാരബിലിറ്റിയെ ബാധിക്കും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. എന്താണ്? ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് തയ്യാറാക്കുന്ന കണക്കും ഇന്റർനാഷണൽ ഗ്ലോബൽ കമ്പനികൾ ഉണ്ടാക്കുന്ന IFRS അനുസരിച്ച് ഉണ്ടാക്കുന്ന കണക്കും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ട് വരും എന്നതാണ്. കമ്പയർ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ വ്യത്യാസം ഉണ്ടാക്കുന്ന പ്രശ്നം. രണ്ട്, കംപ്ലയൻസ് ആണ്. ഇന്ത്യൻ കമ്പനീസ് വിത്ത് ഗ്ലോബൽ ഓപ്പറേഷൻസ് മേ നീഡ് ടു കംപ്ലൈ വിത്ത് ബോത്ത് IND-AS ആൻഡ് IFRS. അതാണ് പ്രശ്നം. ലോകവ്യാപകമായി പ്രവർത്തിച്ചു വരുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഒരു വശത്ത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെയും പാലിക്കേണ്ടി വരും, മറുവശത്ത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിനെയും പാലിക്കേണ്ടി വരും. അപ്പോൾ രണ്ട് തരത്തിൽ കണക്കുണ്ടാക്കുക, സമയം ഒരുപാട് കളയും, അത് വളരെ സങ്കീർണമാണ്. മറ്റൊന്ന്, ഇൻവെസ്റ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇൻവെസ്റ്റേഴ്സ് മേ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ IND-AS ആൻഡ് IFRS ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ. അപ്പൊ IND-AS അനുസരിച്ച് തയ്യാറാക്കുമ്പോൾ എന്താണ് വ്യത്യാസം, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് സ്റ്റാൻഡേർഡ് അനുസരിച്ച് കണക്ക് തയ്യാറാക്കുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഒരു നിക്ഷേപകൻ ആ കമ്പനിയുടെ ഷെയർ എടുക്കാനോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ തയ്യാറാകാൻ പാടുള്ളൂ എന്നുകൂടി ഒരു വശമുണ്ട്. അന്തിമമായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇൻ കൺക്ലൂഷൻ, വൈൽ IND-AS ആൻഡ് IFRS ഷെയർ സിമിലാരിറ്റീസ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡും സാമ്യങ്ങളുണ്ടെങ്കിലും ദർ ആർ സിഗ്നിഫിക്കന്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. ഇവ രണ്ടും തമ്മിൽ ഗണ്യമായ വ്യത്യാസങ്ങളുണ്ട്. അണ്ടർസ്റ്റാൻഡിംഗ് ദീസ് ഡിഫറൻസസ് ഈസ് ക്രൂഷ്യൽ ഫോർ കമ്പനീസ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് റെഗുലേറ്റേഴ്സ് ടു എൻഷുർ കംപ്ലയൻസ്. ഈ വ്യത്യാസം മനസ്സിലാക്കുന്നതിന് ഇത് കമ്പനികൾക്ക്, നിക്ഷേപകർക്ക് ഒരുപക്ഷെ ആൻഡ് റെഗുലേറ്റേഴ്സ് ടു എൻഷുർ കംപ്ലയൻസ്, കമ്പാരബിലിറ്റി ആൻഡ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്, താരതമ്യം ചെയ്യുന്നതിന്, നിയമങ്ങൾ ഒത്തുപാലിച്ചു പോകുന്നതിന്, അതാണ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. ഒരേ സമയം കാര്യങ്ങൾ ശരിക്കും വിവരങ്ങൾ ബോധ്യപ്പെട്ട് മനസ്സിലാക്കി അറിഞ്ഞ് തീരുമാനമെടുക്കുന്നതിന്, അതാണ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്. ഒക്കെ ഈ വ്യത്യാസം അറിഞ്ഞാൽ എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് കണക്ക് തയ്യാറാക്കിയാലും അത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് കണക്ക് തയ്യാറാക്കിയാലും ഉള്ള വ്യത്യാസം എന്ന് അറിഞ്ഞു വേണം. ഇനി ഇതിന് ചില റെക്കമെൻഡേഷൻസ് പറയാനുണ്ട്. കൺവെർജൻസ് എന്നതാണ് ഒന്നാമത്തേത്. അതായത് കണ്ടിന്യൂഡ് കൺവെർജൻസ് എഫേർട്സ് ബിറ്റ്വീൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് IFRS ക്യാൻ റെഡ്യൂസ് ഡിഫറൻസസ് ആൻഡ് എൻഹാൻസ് കമ്പാരബിലിറ്റി. പലപ്പോഴും നിരന്തരമായി ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡും തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് ഈ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ഏകദേശം ഒരുപോലെ ആക്കി കൊണ്ടുവരാൻ നിരന്തര ശ്രമം നടന്നുകൊണ്ട് വരികയാണ് പറ്റാവുന്ന മേഖലകൾ. അങ്ങനെ ശ്രമിക്കുമ്പോൾ കുറേയൊക്കെ കമ്പാരബിലിറ്റിയെ പണ്ടത്തെക്കാളും മെച്ചപ്പെടുത്തും എന്നുള്ളതാണ് അങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ അല്ലെ. രണ്ട്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ക്യാൻ ഹെൽപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് IFRS അല്ലെ. ഇപ്പൊ ഗുണഭോക്താക്കളായിട്ട് കമ്പനികളുടെ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ കമ്പനികളുടെ ഓണേഴ്സോ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരൊക്കെ ഈ രണ്ടിനെയും കുറച്ചൊക്കെ പരിശീലനത്തിലൂടെ മനസ്സിലായി എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, എന്താണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, ഇവ വേർതിരിച്ച് മനസ്സിലാക്കുന്നത് അവർക്ക് അതിൻ്റെ മനസ്സിലാക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ. മൂന്നാമതായിട്ട് റെഗുലേറ്ററി ക്ലാരിറ്റിയാണ്. റെഗുലേറ്ററി ക്ലാരിറ്റി ഓൺ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് IFRS ക്യാൻ ഫെസിലിറ്റേറ്റ് കംപ്ലയൻസ് ആൻഡ് റെഡ്യൂസ് കോംപ്ലക്സിറ്റി. അതിനെ രണ്ടിനെയും എങ്ങനെ നിയമനിയന്ത്രണങ്ങളിൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെയും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിനെയും എങ്ങനെ സൗകര്യപ്പെടുത്തണം എന്നത്
ഗവൺമെന്റ് അതോറിറ്റീസും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികളും ബന്ധപ്പെട്ട ഏജൻസികളും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന്റെ കോംപ്ലക്സിറ്റി കുറെയൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡേഴ്സ് ആൻഡ് IFRS, കമ്പനീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ക്യാൻ നാവിഗേറ്റ് ദ കോംപ്ലക്സിറ്റീസ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക വഴി ഗുണഭോക്താക്കൾക്ക്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനുള്ള സങ്കീർണതകൾ, കോംപ്ലക്സിറ്റീസ് ഒക്കെ തരണം ചെയ്യാൻ സാധിക്കും, നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആൻഡ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്, കാര്യങ്ങൾ അറിഞ്ഞ് ബോധ്യപ്പെട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് തീരുമാനമാണോ അല്ലെങ്കിൽ എന്ത് തീരുമാനമാണോ അവർക്ക് എടുക്കാനും സാധിക്കും.